ബഹുമാനപ്പെട്ട സ്നേഹമുള്ള സജി ചെറിയാൻ ഫിഷറീസ് മന്ത്രി അവർകളും ഫിഷറീസ് വകുപ്പിൻ്റെ തിരുവനന്തപുരം വകുപ്പിൻ്റെ ഡയറക്ടറും അറിയാൻ ആദരപൂർവ്വം ക്ഷമാപൂർവ്വം. ഞാനിത് പറയുന്നത് 2021 കൊല്ലം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസിൻ്റെ ഒരു കത്ത് ഡയറക്ടർക്ക് പോയിരുന്നു. ആ കത്തിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ആ കത്തിൽ നടപടി ഉണ്ടാവാത്തത് കൊണ്ട് ആ കത്തിനാസ്പദമായ കാര്യങ്ങളിൽ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയ പാവപ്പെട്ടൊരു മത്സ്യത്തൊഴിലാളിയുടെ കഥയാണ്, കഥയാണ്, സങ്കട കഥയാണ് പറയുന്നത്. തേവലക്കര ചവറ തെക്കും ഭാഗം തേവലക്കര ഭാഗത്തുള്ള ഒരു മനുഷ്യൻ സിറിൽ ഡൊമിനിക് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കോട്ടപ്പുറം ദേശീയ ഉൾനാടൻ ജലപാതയുടെ 3-ാം സെക്ടറിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ചീനവല കൊണ്ടുപോയി. അന്ന് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് 2 ഉറപ്പ് കൊടുത്തിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കും, തൊഴിലും കൊടുക്കും. ചീനവല കൊണ്ടുപോയതിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരികയും ഹോസ്പിറ്റലിലാവുകയും അവർ മരിച്ചു പോവുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം അദ്ദേഹത്തിന് തൊഴിൽ കൊടുത്തില്ല എന്നുള്ളത് ആദ്യത്തെ കൊടിയ വഞ്ചന. അതിനുശേഷം നീണ്ട കാലം അദ്ദേഹം ഫൈറ്റ് ചെയ്ത് കളക്ടർക്കും മന്ത്രിക്കും വിവരാവകാശവും വേണ്ട ബഹളവും മനുഷ്യാവകാശവും ഒക്കെ നേടി അവസാനം 1 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ പോരാ എന്ന് പറഞ്ഞ് തനിക്ക് എടുത്തുകൊണ്ട് പോയപ്പോൾ നല്ല കണ്ണായ സ്ഥലത്തുള്ള സംവിധാനമാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷയിൽ സാന്ത്വന സ്പർശമെന്ന് പറയുന്നൊരു പരിപാടിയിൽ വെച്ച് മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ വാങ്ങി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉടൻ തന്നെ ഒരു ഉത്തരവുമിട്ടു. ആ ഉത്തരവിൽ പറയുന്നത് 1.5 ലക്ഷം രൂപ കൂടി അവർക്ക് കൊടുക്കണം, 2.5 ലക്ഷം രൂപ ആകെ കൊടുക്കണം. 1 ലക്ഷം രൂപ കൊടുത്തു, ഇനി 1.5 ലക്ഷം രൂപ കൂടി കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ചവറ സ്വദേശിയായിട്ടുള്ള സിറിൽ ഡൊമിനിക്കിന് 1.5 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് 2021 ഫെബ്രുവരി 17 കൊല്ലം ഫിഷറീസ് വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് കത്ത് കൊടുത്തിട്ട് ഇന്നേക്ക് 21 4 വർഷമാകുന്നു. എല്ലാം കൂടി നടന്ന് 20 വർഷമാകുന്നു. ഒരു മത്സ്യത്തൊഴിലാളികളുടെ എന്താ സംഭവിച്ചത്? ഒരു മത്സ്യത്തൊഴിലാളിയുടെ ചീനവല പോയി, അദ്ദേഹത്തിൻ്റെ തൊഴിൽ പോയി, പകരം തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടമായി. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഈ കാലാകാലങ്ങളിൽ സകല സംവിധാനത്തിലും കയറി ഇറങ്ങുന്നതിനിടയിൽ 2021 ആണെന്ന് തോന്നുന്നു, അതോ 22 ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചാനലുകാരെ അദ്ദേഹത്തിൻ്റെ ഫയൽ കൂമ്പാരം, അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങളുടെയും സങ്കട കഥകളുടെയും ഫയലുകളുടെ കൂമ്പാരം കാണിച്ചപ്പോൾ ഏതൊരു മനുഷ്യനെയും കണ്ണലിയിക്കുന്നതായിരുന്നു, കരളലിയിക്കുന്നതായിരുന്നു, കണ്ണു നനയിക്കുന്നതായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവിടെ ഉദ്യോഗസ്ഥരാണോ ഭരിക്കുന്നത്, ജനാധിപത്യമാണോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്ന് വന്നതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഡയറക്ടർ ചിലപ്പോൾ മാറിക്കാണാം, ഡെപ്യൂട്ടി ഡയറക്ടർ മാറിക്കാണാം, എല്ലാത്തിനും പുതിയ സംവിധാനം വന്നു കാണാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരാശയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതോ എന്തെങ്കിലും ആരെങ്കിലും കണ്ടതോ പരാതി കൊടുത്തതോ ഒന്നും പരിഗണിക്കേണ്ട. അദ്ദേഹത്തിന് അർഹപ്പെട്ടത് ഒരു മന്ത്രിയിട്ട ഉത്തരവ് മറ്റൊരു മന്ത്രി നടപ്പിലാക്കണം. ഇതിനെ സംബന്ധിച്ച് അവർ ഇവരെ വിളിക്കുകയും ചെയ്തു. മേഴ്സിക്കുട്ടിയമ്മയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, മന്ത്രിയിട്ട ഉത്തരവായതുകൊണ്ട് സജി ചെറിയാനോട് പറയുകയേ വേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടപ്പിലായിക്കോളും എന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ വർഷങ്ങളാവുന്നു. മാഷുമാരെ, നിങ്ങൾ ഓരോ ഫയലും ഒരാളുടെ ജീവിതമാണെന്ന് പറയുന്ന നമ്മുടെ ഭരണ സംവിധാനത്തിൽ അങ്ങനെ പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ സാംസ്കാരിക വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന, ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാൻ എന്ന് പറയുന്ന ഇതൊക്കെ മനസ്സിലാകുന്ന വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ ഈ ദുഃഖം താങ്കൾ കാണുകയും ഇത് 1000കണക്കിന് 10000കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിൻ്റെ കഥയിലെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആശാ വർക്കേഴ്സിൻ്റെയും അംഗൻവാടികളുടെയും പാചകത്തൊഴിലാളിയുടെയും തൊഴിലുറപ്പുകളുടെയും ഒരുപാട് കഥകൾ ഞാൻ എൻ്റെ ചാനൽ വഴി പറഞ്ഞു. പലതിനും തീരുമാനമുണ്ടായി, ഇതിനും തീരുമാനമുണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രിയും ഡയറക്ടറും ഇതിനൊരു അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ചവറ തെക്ക് തേവലക്കരയിലെ സിറിൽ ഡൊമിനിക് എന്ന് പറയുന്ന വ്യക്തിയുടെ ചീനവലയെടുത്തതുമായി ബന്ധപ്പെടുത്തി 1.5 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഉത്തരവ് മേഴ്സിക്കുട്ടിയമ്മ സാന്ത്വന സ്പർശം പരിപാടിയിൽ വെച്ചിട്ടതിൻ്റെ
പെൻഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കൊടുക്കുമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു.